നമസ്കാരം. പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പ്രളയം മനുഷ്യനിർമ്മിതമാണെന്ന അമിക്കസ് ക്യൂറിയുടെ വെളിപ്പെടുത്തൽ. മുഖ്യമന്ത്രി മറുപടി പറയണമെന്ന് രമേശ് ചെന്നിത്തല. പ്രളയത്തിന്റെ ഉത്തരവാദി സംസ്ഥാന സർക്കാരെന്ന് വ്യക്തമായതായി രമേശ്. രാഹുൽ ഗാന്ധി നാളെ വയനാട്ടിൽ പത്രിക സമർപ്പിക്കും. കൽപ്പറ്റ നഗരം SPG നിയന്ത്രണത്തിൽ. രാത്രി മുതൽ നഗരത്തിൽ ഗതാഗത നിയന്ത്രണം. രാഹുൽ വയനാട്ടിൽ മത്സരിക്കുന്നത് കോൺഗ്രസിന്റെ അപജയമെന്ന് PS ശ്രീധരൻപിള്ള. തുഷാർ വെള്ളാപ്പള്ളി പത്രിക സമർപ്പിച്ചു. BJPയെ തോൽപ്പിക്കൽ പ്രധാന അജണ്ടയെന്ന് സീതാറാം യെച്ചൂരി. മതേതര ബദൽ കെട്ടിപ്പടുക്കലും ലക്ഷ്യം. രാഹുൽ വയനാട്ടിൽ മത്സരിക്കുന്നത് ദീർഘവീക്ഷണം ഇല്ലായ്മയെന്ന് D രാജ. പത്രികാ സമർപ്പണം നാളെ അവസാനിക്കും. സൂക്ഷ്മ പരിശോധന വെള്ളിയാഴ്ച. വിശദാംശങ്ങളിലേക്ക്. പ്രളയം മനുഷ്യനിർമ്മിതമാണെന്ന അമിക്കസ് ക്യൂറിയുടെ വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രി മറുപടി പറയണമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. പ്രളയത്തിന്റെ ഉത്തരവാദി സംസ്ഥാന സർക്കാരാണെന്ന് ഇപ്പോൾ കൂടുതൽ വെളിപ്പെട്ടുവെന്നും അദ്ദേഹം പറഞ്ഞു. റെക്കോർഡ് ഭൂരിപക്ഷമായിരിക്കും വയനാട്ടിൽ രാഹുൽ ഗാന്ധി നേടുകയെന്നും ചെന്നിത്തല. 450 പേരുടെ ജീവൻ എടുത്ത ഈ മഹാദുരന്തത്തിന് ഉത്തരവാദി സംസ്ഥാന സർക്കാരാണ്. പിണറായി വിജയൻ ഇതിന് മറുപടി പറയണം. അമിക്കസ് ക്യൂറി പറഞ്ഞിരിക്കുന്നു, സർക്കാരിന്റെ അനാസ്ഥയാണ് പ്രളയത്തിന് കാരണം. വയനാട് പോലെയുള്ള ജില്ല ഉൾപ്പെടെ പ്രളയത്തിൽ ജനങ്ങൾ മുങ്ങിത്താഴ്ന്ന ജില്ലകളായിരുന്നു കേരളത്തിലുണ്ടായത്. 450 വിലപ്പെട്ട ജീവനുകൾ പൊലിഞ്ഞു പോയത് ഈ പ്രളയത്തിലൂടെയായിരുന്നു. ഈ ഗവൺമെന്റ് പറഞ്ഞു അവരുടെ കുറ്റം കൊണ്ടല്ല എന്ന്. അമിക്കസ് ക്യൂറി, ഹൈക്കോടതി നിയോഗിച്ച അമിക്കസ് ക്യൂറി പറഞ്ഞു 450 പേർ മരിച്ചിരിക്കുന്നു. ആരാണ് ഇതിന് ഉത്തരവാദി? മുഖ്യമന്ത്രി മറുപടി പറയണം. സംസ്ഥാന സർക്കാരിന്റെ കഴിവുകേടുകൊണ്ടും പിടിപ്പുകേടുകൊണ്ടുമാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. ഇനി ലോക്സഭ 2019 തെരഞ്ഞെടുപ്പ് വാർത്തകൾ. രാജ്യത്ത് രാഹുൽ തരംഗമെന്ന് മുകുൾ വാസനിക്. ദക്ഷിണേന്ത്യയിൽ മാത്രമല്ല ഭാരതം മുഴുവൻ രാഹുലിന്റെ നേതൃത്വത്തെ കാത്തിരിക്കുകയാണെന്നും മുകുൾ വാസനിക് കൽപ്പറ്റയിൽ പറഞ്ഞു. यहाँ पर आसपास के तमाम राज्यों में इसका तो निश्चित तौर पर बहुत ही अच्छा असर रहेगा, लेकिन मैं ये कहना चाहूंगा कि पिछले कुछ समय से राहुल जी के नेतृत्व में जिस तरह से कांग्रेस पूरे चुनाव में अपनी तैयारी कर रही है, देश में वातावरण अब बदल चुका है। 2014 की बात कुछ और थी। नरेंद्र मोदी भारत के राजनीति के क्षितिज पर एक उभरता हुआ सितारा थे, लेकिन 5 साल में उनके कार्यकाल में ये नजर आया कि वो खोखले वादे करते रहे, वो लोगों को गुमराह करने का काम करते रहे, वो समाज को बांटने का काम करते रहे, वो लोगों की दिशा भूल करने का काम करते रहे, वो हमारी अर्थव्यवस्था को पूरी तरह से चूर चूर करने का काम किया. രാഹുൽ ഗാന്ധി വയനാട്ടിലെത്തും. കനത്ത സുരക്ഷാ വലയത്തിൽ ജില്ല രാഹുലിനെ സ്വീകരിക്കാൻ സർവ്വസന്നാഹങ്ങളുമായി UDF. വയനാട് ഇതുവരെ കണ്ടിട്ടില്ലാത്ത സുരക്ഷാ സംവിധാനമാണ് ജില്ലയിൽ ഇപ്പോൾ ഒരുക്കിയിട്ടുള്ളത്. ഏറ്റവും പുതിയ വിവരങ്ങളുമായി അനൂപ് വർഗീസ് ചേരുന്നു. അനൂപ്, ചരിത്രത്തിൽ ഇന്നോളം കണ്ടിട്ടില്ലാത്ത സുരക്ഷാ ക്രമീകരണങ്ങളോടെ നാളെ കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ രാഹുൽ ഗാന്ധി വയനാട്ടിലെത്തുകയാണ്. എന്തൊക്കെയാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? അതെ റാഷിദ്, ഏറ്റവും പുതിയ വിവരമനുസരിച്ച് നാളെ 10 മണിയോടുകൂടി രാഹുൽ ഗാന്ധി വയനാട്ടിലെത്തും. കൽപ്പറ്റ SKMJ ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിലാണ് രാഹുൽ ഹെലികോപ്റ്റർ ഇറങ്ങുക. രാഹുലിനൊപ്പം തന്നെ പ്രിയങ്ക ഗാന്ധിയും എത്തുന്നുണ്ട്. ഏതായാലും വലിയൊരു ആവേശത്തിൽ തന്നെയാണ് UDF ക്യാമ്പുള്ളത്. 10,000-കണക്കിന് പ്രവർത്തകരാണ് നാളെ രാഹുലിനെ സ്വീകരിക്കാനായി കൽപ്പറ്റയിലേക്ക് ഒഴുകിയെത്തുക. ഏതായാലും അതീവ സുരക്ഷയും ഇതോടൊപ്പം തന്നെ ഒരുക്കിയിട്ടുണ്ട്. ഏതായാലും രാഹുൽ ഗാന്ധി വരുന്നത് പ്രമാണിച്ച് വലിയ സന്തോഷത്തിൽ തന്നെയാണ് ഇപ്പോൾ UDF ക്യാമ്പുള്ളതെന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും.
അതോടൊപ്പം തന്നെ രാഹുൽ ഇറങ്ങുന്ന ഹെലികോപ്റ്റർ ഇറങ്ങുന്ന SKMJ ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൻ്റെ പൂർണ്ണമായും അതോടൊപ്പം തന്നെ കൽപ്പറ്റ നഗരവും പൂർണ്ണമായും സുരക്ഷാ വലയത്തിൽ തന്നെയാണ്. SPGയും അതോടൊപ്പം തന്നെ സ്റ്റേറ്റ് പോലീസും സുരക്ഷ പൂർണ്ണമായും ഏറ്റെടുത്തു കഴിഞ്ഞു. ഇതോടൊപ്പം തന്നെ ഹെലിപ്പാഡിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞു. ഏതായാലും വലിയൊരു ആവേശത്തിൽ തന്നെയാണ് ഇപ്പോൾ UDF പ്രവർത്തകരുള്ള അവരുടെ പ്രിയപ്പെട്ട നേതാവിനെ സ്വീകരിക്കാനായിട്ട് വലിയ ആവേശത്തിലാണ് ഇപ്പോൾ UDF പ്രവർത്തകർ ജില്ലയിൽ മുഴുവനായിട്ടുമുള്ളത്. അതോടൊപ്പം തന്നെ നോമിനേഷൻ സമർപ്പണം എങ്ങനെയാണ്? നോമിനേഷൻ സമർപ്പണത്തിന് ശേഷമായിരിക്കുമോ റോഡ് ഷോ നടക്കുക? അതിന്റെ വിവരങ്ങൾ എന്തൊക്കെയാണ്? രാവിലെ 10 മണിയോടുകൂടി ഹെലികോപ്റ്ററിൽ ഇറങ്ങുന്ന രാഹുൽ ആദ്യം തന്നെ പത്രികാ സമർപ്പണത്തിന് ശേഷമായിരിക്കും കൽപ്പറ്റ പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്ന് ആരംഭിക്കുന്ന റോഡ് ഷോയിൽ പങ്കെടുക്കുകയുള്ളൂ. ഇതിനുശേഷം മാത്രമായിരിക്കും ആദ്യം പത്രികാ സമർപ്പണവും അതിനുശേഷമായിരിക്കും റോഡ് ഷോ നടക്കുകയാണെന്ന് അറിയിച്ചിരിക്കുന്നത്. ഏതായാലും വലിയ സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ആദ്യം തന്നെ നേരത്തെ കോഴിക്കോട് നിന്നും റോഡ് മാർഗം എത്തി ലക്കിടിയിൽ വെച്ച് സ്വീകരിച്ച് വലിയൊരു റോഡ് ഷോ ആക്കി മാറ്റണമെന്നായിരുന്നു ജില്ലയിലെ UDF പ്രവർത്തകർ ആവശ്യം. എന്നാൽ സുരക്ഷാ മാനദണ്ഡങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ ഹെലികോപ്റ്റർ കൽപ്പറ്റയിൽ ഇറങ്ങി കൽപ്പറ്റയിൽ നിന്നും നേരെ പത്രികാ സമർപ്പണത്തിന് ശേഷം അതോടൊപ്പം തന്നെ തിരിച്ച് പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്തേക്ക് വരികയും ഇവിടുന്ന് റോഡ് ഷോ ആരംഭിക്കുകയാണ് ചെയ്യുക. ഏതായാലും കൽപ്പറ്റ SKMJ ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ട് വരെയായിരിക്കും റോഡ് ഷോ അനുവദിക്കുക. 10,000-കണക്കിന് പേർ അതിനു മുകളിലേക്കുള്ള ആളുകളെ ആണ് UDF നേതൃത്വം പ്രതീക്ഷിക്കുന്നത്. 10,000-കണക്കിന് ആളുകൾ എത്തിച്ചേരും. പ്രത്യേകിച്ച് കൽപ്പറ്റ പോലെ ഒരു നഗരത്തിൽ വലിയ ഗതാഗത തടസ്സം തന്നെ നേരിടും. അപ്പോൾ ഗതാഗത സംവിധാനങ്ങൾ എങ്ങനെയൊക്കെയാണ് ഈ വന്നു ചേരുന്ന 10,000-കണക്കിന് ആളുകളെ ഉൾക്കൊള്ളാൻ കഴിയുന്ന രീതിയിൽ, അല്ലെങ്കിൽ അവർക്ക് റോഡ് ഷോ കാണാൻ രീതിയിലുള്ള ക്രമീകരണങ്ങൾ എന്തൊക്കെ ഒരുക്കിയിട്ടുണ്ട്? അതെ, കൽപ്പറ്റയിൽ ഏറ്റവും വലിയ പ്രശ്നം നേരിടുന്നതും ഈ ഗതാഗത പ്രശ്നം തന്നെയാണ്. ഇതുകൊണ്ട് തന്നെ ബൈപ്പാസ് വഴിയായിരിക്കും നാളെ വാഹനങ്ങൾ തിരിച്ചുവിടുക. കൽപ്പറ്റ നഗരത്തിലൂടെ വാഹനങ്ങൾ ഒരു കാരണവശാലും കടത്തില്ല. അതോടൊപ്പം തന്നെ കളക്ട്രേറ്റിലും വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് കർശനമായ സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ പാടില്ല. അതോടൊപ്പം തന്നെ വരുന്ന പ്രവർത്തകരുടെ വാഹനങ്ങളെല്ലാം ബൈപ്പാസ് വഴി തിരിച്ചുവിട്ട് ബൈപ്പാസിലായിരിക്കും പാർക്ക് ചെയ്യാൻ അനുവദിക്കുക. ഏതായാലും വലിയൊരു പ്രതീക്ഷയിൽ തന്നെയാണ് UDF നേതൃത്വമുള്ളത്. ഇതോടൊപ്പം തന്നെ വലിയൊരു സംഘാടന മികവും ഇതിൽ വേണ്ടി UDF നേതൃത്വം കണക്കുകൂട്ടുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഏറ്റവും വലിയ എടുത്തു പറയേണ്ട പ്രിയങ്ക ഗാന്ധിയുടെ വരവും വലിയ തോതിൽ ആവേശമുണ്ടാക്കും. പ്രത്യേകിച്ച് രാഹുലിൻ്റെ സ്ഥാനാർത്ഥിത്വം ഏറെ വൈകിയാണ് രാഹുലിൻ്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചത്. പ്രത്യേകിച്ച് LDF നേതൃത്വം 2 റൗണ്ട് ജില്ലയിൽ പ്രചരണ പരിപാടികൾ പൂർത്തിയാക്കിയ ശേഷമാണ് ഇപ്പോൾ രാഹുലിൻ്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചത്. ഇതുകൊണ്ട് തന്നെ രാഹുലിൻ്റെ സ്ഥാനാർത്ഥിത്വം വലിയ തോതിലുള്ള ആവേശത്തോടു കൂടിയാണ് UDFിലെ അണികൾ ഏറ്റെടുത്തിരിക്കുന്നത്. ഇതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് വയനാട് മണ്ഡലം എന്ന് പറയുന്നത് UDFിൻ്റെ ഒരു പൊന്നാപുരം കോട്ടയാണ്. ഇവിടെ വലിയൊരു റെക്കോർഡ് വിജയം രാഹുലിന് സമ്മാനിക്കുക എന്ന ലക്ഷ്യം തന്നെയാണ് UDF പ്രവർത്തകർ. അനൂപ്, കാണാൻ വരുന്ന ആളുകൾക്ക് റോഡ് ഷോ കാണാനുള്ള സജ്ജീകരണങ്ങളെ കുറിച്ച് എങ്ങനെയാണ്? കൽപ്പറ്റ പുതിയ ബസ് സ്റ്റാൻഡ് പരിസരം വരെയാണ് കാണാൻ വരുന്ന ആളുകളെ ഇപ്പോൾ കാണാൻ സാധിക്കുമെന്ന് നമുക്കറിയുന്നത്. കർശനമായ സുരക്ഷാ മാനദണ്ഡങ്ങളുണ്ട്. ഇതോടൊപ്പം തന്നെ രാഹുൽ ഗാന്ധി പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് തുറന്ന വാഹനത്തിലായിരിക്കും റോഡ് ഷോ ആരംഭിക്കുക. ഇവിടെ നിന്നും തൊട്ടടുത്തേക്ക് പോകാത്ത രീതിയിൽ SPG സുരക്ഷയും അതോടൊപ്പം സ്റ്റേറ്റ് പോലീസിന്റെ സുരക്ഷയുമുണ്ട്. ബാരിക്കേഡുകൾ ഒരുക്കിയിട്ടുണ്ടോ? ബാരിക്കേഡുകൾ കെട്ടി തിരിക്കുകയോ മറ്റോ ചെയ്തിട്ടുണ്ടോ കാണാൻ വരുന്ന ആളുകൾക്ക്? അതെ, പഴയ ബസ് സ്റ്റാൻഡ് പരിസരം മുതൽ SKMJ ഹയർ സെക്കൻഡറി സ്കൂൾ പരിസരം വരെ ബാരിക്കേഡുകൾ കെട്ടി തീർത്തിട്ടുണ്ട്. ഇവിടെ നിന്നും അകത്തേക്ക് പ്രവേശിക്കാൻ ഒരു കാരണവശാലും സമ്മതിക്കില്ല. ഇതിനായി കർശന സുരക്ഷ തന്നെയാണ് ഇപ്പോൾ ഒരുക്കിയിരിക്കുന്നത്. അനൂപ്, അതുപോലെ തന്നെ പ്രിയങ്ക ഗാന്ധി കൂടെ വരുന്നു എന്നറിയുന്നു. പക്ഷേ ദേശീയ നേതാവ് എന്നുള്ള നിലയ്ക്ക്, കോൺഗ്രസിൻ്റെ ദേശീയ അധ്യക്ഷൻ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തോടൊപ്പം ദേശീയ നേതാക്കൾ ആരൊക്കെ വരുമെന്നാണ് അവസാനമായി അറിയാൻ കഴിഞ്ഞത്? ഇന്ന് വൈകിട്ടോടുകൂടി തന്നെ സംസ്ഥാനത്തെ അതോടൊപ്പം തന്നെ ദേശീയ നേതാക്കളും ജില്ലയിലെത്തിയിട്ടുണ്ട്. മുഗൾ വാസനിക്ക് എത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ KC വേണുഗോപാൽ അല്പസമയം മുമ്പ് എത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മുല്ലപ്പള്ളിയും രമേശ് ചെന്നിത്തലയും അടക്കമുള്ള നേതാക്കൾ എത്തിയിട്ടുണ്ട്. ഏതായാലും കോൺഗ്രസിൻ്റെ സംസ്ഥാന ദേശീയ തലത്തെ മുഴുവൻ നേതാക്കളും നാളെയോടുകൂടി ജില്ലയിൽ എത്തുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. ഇപ്പോൾ തന്നെ DCC ഓഫീസിൽ നേതാക്കന്മാരുടെ ഒരു ഒഴുക്ക് തന്നെയാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. രാഹുൽ ഗാന്ധി നാളെ ജില്ലയിലെത്തുന്നു. കനത്ത സുരക്ഷയിൽ, ജില്ല ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത കനത്ത സുരക്ഷയിലാണ് രാഹുൽ ഗാന്ധി നാളെ നോമിനേഷൻ സമർപ്പിക്കാനും ഒപ്പം റോഡ് ഷോയ്ക്കുമായി കൽപ്പറ്റ നഗരത്തിൽ എത്തിച്ചേരുന്നത്. കൽപ്പറ്റ പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്തു നിന്നും ആരംഭിച്ച SKMJ ഹൈസ്കൂൾ വരെ നീളുന്ന റോഡ് ഷോയാണ്
ഇപ്പോൾ അവസാനമായി നമുക്ക് ലഭിക്കുന്ന വിവരപ്രകാരം സംഘടിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. ബാരിക്കേഡുകൾ കെട്ടിത്തിരിച്ച് കാണാൻ വരുന്നവർക്ക് സൗകര്യമൊരുക്കിയിരിക്കുന്നു. അതുപോലെ തന്നെ കനത്ത SPG സുരക്ഷയിലാണ് കൽപ്പറ്റ നഗരവും പരിസരവുമെല്ലാം ഇപ്പോഴുള്ളത്. പ്രിയങ്ക ഗാന്ധിയോടൊപ്പം നിരവധി ദേശീയ നേതാക്കളും എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നു എന്നാണ് അവസാനം ലഭിക്കുന്ന വിവരം. നമുക്ക് വിവരങ്ങൾ നൽകിയത് അനൂപ് വർഗീസ് കൽപ്പറ്റയിൽ നിന്നും. കേരള കർണാടക അതിർത്തി പ്രദേശങ്ങളിലെ കബനി തീരപ്രദേശങ്ങളിൽ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് സുരക്ഷ ഒരുക്കുന്നതിന്റെ ഭാഗമായി ചേകാടി, ബാവലി, ബൈരക്കുപ്പ, കൊളവള്ളി, മരക്കടവ്, വണ്ടിക്കടവ് പ്രദേശങ്ങളിൽ വിവിധ വകുപ്പുകളുടെ നേതൃത്വത്തിൽ പരിശോധന കർശനമാക്കി. കർണാടക വനപ്രദേശങ്ങളിലും കബനി പുഴയോരത്തുമാണ് പരിശോധന കർശനമാക്കിയിരിക്കുന്നത്. ഇതുവഴി എത്തുന്ന യാത്രക്കാരെയും വാഹനങ്ങളെയും ഉൾപ്പെടെ കർശനമായി പരിശോധിച്ചാണ് പറഞ്ഞയക്കുന്നത്. നാളെ ജില്ലയിൽ അതിർത്തി കടന്ന് തോണിയിൽ യാത്രക്കാരെയും ബസ് യാത്രക്കാരെയും ഉൾപ്പെടെ കർശനമായി പരിശോധിക്കുന്നതിനായി പെരിക്കലൂരിലും കൊളവള്ളിയിലും 24 മണിക്കൂറും നിരീക്ഷിക്കുന്നതിനായി ഉദ്യോഗസ്ഥരെ നിയമിച്ചു. ആയുധങ്ങൾ, പണം, ലഹരിവസ്തുക്കൾ ഉൾപ്പെടെ പിടികൂടുന്നതിനായി റവന്യൂ, എക്സൈസ്, പോലീസ് ഉൾപ്പെടെ സംഘത്തിന്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. കർണാടകമായിട്ട് ബോർഡർ ഷെയർ ചെയ്യുന്നതുകൊണ്ട് ഇവിടെ കബനിയുടെ സൈഡുകളിൽ കൂടി അനധികൃതമായി കടത്തി വരാൻ സാധ്യത പണം, പിന്നെ ലഹരി വസ്തുക്കൾ ഇതൊക്കെ കൊണ്ടുവന്ന് ഞങ്ങൾ വാഹനങ്ങളിലും വരുന്നവരിലും പരിശോധിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളതാണ്. ഈ സുൽത്താൻ ബത്തേരിയുടെ ഫ്ലൈയിങ് സ്ക്വാഡ് 3 എന്ന് പറയുന്നതിൽ ഉള്ള അംഗങ്ങളാണ് ഞങ്ങളെല്ലാവരും. അപ്പോൾ അതിനായിട്ട് ഇവിടെ എത്തിയിട്ടുള്ളതാണ്. ഞങ്ങൾ എല്ലാ വാഹനങ്ങളും കർശനമായിട്ട് തന്നെ പരിശോധിക്കുന്നു. വയനാട് വിഷൻ, പുൽപ്പള്ളി. തെരഞ്ഞെടുപ്പിന്റെ ആവേശം കത്തിക്കയറുന്നു. വാക്പോരുമായി നേതാക്കൾ. നാടിളക്കിയുള്ള റോഡ് ഷോകളുമായി അണികളെ ആവേശത്തിലാക്കുകയാണ് മുന്നണികൾ. വയനാട് മണ്ഡലത്തിൽ രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വത്തോടെയാണ് ദേശീയ തലത്തിൽ തന്നെ വയനാട്ടിലെ തിരഞ്ഞെടുപ്പ് പോരാട്ടം ശ്രദ്ധേയമായത്. രാഹുലിന്റെ വയനാട് സ്ഥാനാർത്ഥിത്വം മതേതര ബദലിന് കളങ്കമുണ്ടാക്കിയതായി കഴിഞ്ഞ ദിവസം ജില്ലയിലെത്തിയ CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനും CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രനും ആരോപിച്ചിരുന്നു. അമേഠിയിൽ തോൽവി വയെന്നാണ് രാഹുൽ ഗാന്ധി വയനാട്ടിലേക്ക് എത്തിയെന്നാണ് NDAയുടെ വാദം. അതേസമയം UDFന്റെ പൊന്നാപുരം കോട്ടയെന്നറിയപ്പെടുന്ന വയനാട്ടിൽ ചരിത്ര ഭൂരിപക്ഷം ഉറപ്പിക്കാനുള്ള ശ്രമത്തിലാണ് UDF പ്രവർത്തകർ. നാളെ രാഹുൽ ഗാന്ധി പത്രിക സമർപ്പിക്കാനെത്തുന്നതോടെ ദേശീയ നേതാക്കൾ പ്രചരണത്തിനായി വയനാടൻ ചുരം കയറിയെത്തും. അതേസമയം പോരാട്ടം കനപ്പിക്കാൻ തന്നെയാണ് LDFന്റെയും NDAയുടെയും തീരുമാനം. LDFനായി CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി, മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവർ ചുരം കയറുമ്പോൾ NDA സ്ഥാനാർത്ഥിക്കായി പ്രധാനമന്ത്രിയെ തന്നെ പ്രചരണത്തിനായി എത്തിക്കാനാണ് നീക്കം. ഏതായാലും വയനാടൻ പോരാട്ടം ചരിത്രത്തിന്റെ ഭാഗമാവുന്ന കാര്യത്തിൽ തർക്കമില്ല. അനൂപ് വർഗീസ്, വയനാട് വിഷൻ, കൽപ്പറ്റ. വയനാട് ലോക്സഭാ മണ്ഡലം NDA സ്ഥാനാർത്ഥി തുഷാർ വെള്ളാപ്പള്ളി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. BJP സംസ്ഥാന പ്രസിഡന്റ് PS ശ്രീധരൻപിള്ളയ്ക്കൊപ്പം എത്തിയാണ് പത്രിക നൽകിയത്. വയനാട് മണ്ഡലത്തിൽ രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് തൊട്ടുപിന്നാലെയാണ് NDA സ്ഥാനാർത്ഥിയായി തുഷാറിനെ പ്രഖ്യാപിച്ചത്. VIP മണ്ഡലത്തിൽ നിന്നും പരമാവധി വോട്ടുകൾ നേടിയെടുക്കുക എന്ന ലക്ഷ്യമാണ് തുഷാറിന്റെ സ്ഥാനാർത്ഥിത്വത്തിന് പിന്നിൽ. കേന്ദ്ര സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ തനിക്ക് അനുകൂലമായി മാറുമെന്ന പത്രികാ സമർപ്പണത്തിന് ശേഷം തുഷാർ പറഞ്ഞു. മണ്ഡലത്തിൽ NDAയും UDFും തമ്മിലാണ് മത്സരം. രാഹുൽ തരംഗമില്ല, മോദി തരംഗമാണുള്ളത്. ശബരിമല വിഷയമുൾപ്പെടെ വോട്ടായി മാറും. വികസനമാണ് പ്രധാന മുദ്രാവാക്യം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, സ്മൃതി ഇറാനി തുടങ്ങിയവർ പ്രചരണത്തിനായി മണ്ഡലത്തിൽ എത്തുമെന്ന് തന്നെ അറിയിച്ചിട്ടുണ്ടെന്നും തുഷാർ പറഞ്ഞു. ഞങ്ങളുടെ പ്രവർത്തകർ ഏതാണ്ട് മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഇവിടെ ബൂത്ത് തലത്തിലുള്ള പ്രവർത്തനങ്ങൾ സജീവമായി തന്നെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ CPIയുടെ സ്ഥാനാർത്ഥി നേരത്തെ വന്നു എന്ന് പറഞ്ഞാലും അദ്ദേഹം യാതൊരു വിധത്തിലുള്ള പ്രവർത്തനം നടത്തുന്നില്ല എന്ന കാര്യം നമുക്കൊക്കെ അറിയാവുന്നതാണ്. ഒരു പേരിന് ഒരു സ്ഥാനാർത്ഥി എന്നുള്ളതല്ലാതെ ഒരു ശക്തമായ പോരാട്ടം പോലും നടത്തുവാൻ കഴിയില്ലാത്ത, അല്ലെങ്കിൽ അതിന് പ്രചരണ രീതി പോലും ഇതുവരെ നടക്കാത്ത ഒരാളുടെ CPIയുടെ സ്ഥാനാർത്ഥിയായിട്ടുണ്ട്. അതേസമയത്ത് CPIയുടെയും CPMന്റെയും എല്ലാം വോട്ട് ഇവിടെ രാഹുൽ ഗാന്ധി കൊടുക്കുന്ന രീതിയിലാണ് ഇപ്പോഴത്തെ പ്രവർത്തനങ്ങൾ എന്നുള്ള കാര്യം നമുക്കൊക്കെ മനസ്സിലാകുന്ന കാര്യമാണ്. ന്യൂസ് ബ്യൂറോ, കൽപ്പറ്റ. അമേഠിയിൽ തോൽക്കാൻ പോകുന്ന രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്നത് കോൺഗ്രസിന്റെ അപജയമാണെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് PS ശ്രീധരൻപിള്ള. വയനാട്ടിൽ NDA വൻ മുന്നേറ്റം നടത്തുമെന്നും അദ്ദേഹം കൽപ്പറ്റയിൽ പറഞ്ഞു. രാഹുൽ ഗാന്ധി ഒരു അഭയാർത്ഥിയായിട്ടാണ് വയനാട്ടിലെത്തുന്നത്. അഭയാർത്ഥിയെ സംബന്ധിച്ച് ഗതികെട്ടെത്തുമ്പോൾ മോശമായൊന്നും പറയാൻ ഞങ്ങൾ വ്യക്തിപരമായി മോശമായൊന്നും പറയാൻ ആഗ്രഹിക്കുന്നു. ഏതായാലും കോൺഗ്രസിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ അപജയമാണ് ഇവിടുത്തെ സ്ഥാനാർത്ഥികളെ വഴി തെളിഞ്ഞിട്ടുള്ളത്. ഇത്രയും പാർലമെൻറ്റ് സീറ്റിലുള്ള ഇന്ത്യയിൽ എത്രയോ ദിവസങ്ങളായിട്ട് തല പുകഞ്ഞ് ആലോചിച്ച് അവസാനം മുസ്ലിം ലീഗിൻ്റെ ആശ്രയിച്ച് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലെ ഏറ്റവും പൂർവികനായിട്ടുള്ള ജവഹർലാൽ നെഹ്റു ചത്ത കുതിരയെന്ന് പറഞ്ഞ് ആക്ഷേപിച്ച വലിച്ചെറിഞ്ഞ ഒരു പ്രസ്ഥാനത്തെ
ആശ്രയിക്കേണ്ട ഗതികേടിലേക്ക് എത്തിയത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പരാജയമായിട്ട് ഞാൻ അതിനെ കാണുകയാണ്. BJPയെ തോൽപ്പിക്കുക എന്നതാണ് CPIMന്റെ ആദ്യ ലക്ഷ്യമെന്ന് പാർട്ടി ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി. മതേതര ശക്തികളുടെ ബദൽ കെട്ടിപ്പടുക്കുക എന്നത് അതിനൊപ്പം നിറവേറ്റാനുള്ള ദൗത്യമാണ്. കോൺഗ്രസിന് പല സംസ്ഥാനങ്ങളിലും പ്രാദേശിക രാഷ്ട്രീയ കക്ഷികളുടെ പിറകിലാണ് സ്ഥാനമെന്നും യെച്ചൂരി പറഞ്ഞു. Well, you see, the commitment, at least I can speak of my party. My party's commitment is unquestionably and unambiguous. That first, defeat this BJP government. Second, work for the establishment of an alternate secular government. That is what we will do. That is what non-negotiable as far as India and the people are concerned. Now, for the Congress, they'll have to work it out. You see, in some states, like where the regional parties have taken the lead, like in Tamil Nadu, like in Bihar, you have some understanding in place. In places like Uttar Pradesh, they don't know whether there's some understanding that Congress contesting separately would be better. So that because politics is unfortunately not arithmetic. വയനാട്ടിൽ മത്സരിക്കാനുള്ള രാഹുൽ ഗാന്ധിയുടെ തീരുമാനം രാഷ്ട്രീയ ദീർഘവീക്ഷണമില്ലായ്മയെന്ന് CPI ദേശീയ സെക്രട്ടറി D. രാജ. രാജ്യത്ത് ആകമാനം ഫാസിസ്റ്റ് ഭരണകൂടത്തിനെതിരെയുള്ള പോരാട്ടത്തിന് പ്രതിപക്ഷ ഐക്യനിര ശക്തിപ്പെടുമ്പോൾ വയനാട്ടിൽ ഇടതുമുന്നണിക്കെതിരെ രാഹുൽ മത്സരിക്കുന്നത് രാജ്യത്തിന് തെറ്റായ സന്ദേശം നൽകുമെന്നും D. രാജ MP പറഞ്ഞു. കൽപ്പറ്റ പ്രസ് ക്ലബിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു D. രാജ. People who express their dissent, people who question the government and its policies, they are being dubbed as anti-nationals, urban Maoists or Naxalites, and sedition charges are slapped against activists, intellectuals, students. This is what is happening. That is why our party calls the Modi regime or Modi rule is misrule. We cannot call it as rule. It is misrule, misgovernance. വയനാട്ടിൽ ഇടതു പ്രചാരണത്തിന്റെ കടിഞ്ഞാൻ CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനും CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രനും ഏറ്റെടുത്തു. രാഹുലിന്റെ വരവിനെ വയനാട്ടിൽ തന്നെ ചോദ്യം ചെയ്യാൻ തന്ത്രങ്ങൾ മെനയും. കൂടുതൽ ദേശീയ നേതാക്കളെ വയനാട്ടിൽ കൊണ്ടുവരാനും നീക്കം. ഉറച്ച വോട്ടുകളുടെ കണക്കെടുക്കാൻ CPIM കീഴ്ഘടകങ്ങൾക്ക് നിർദ്ദേശം നൽകിയതായും സൂചന. രാഹുൽ ഗാന്ധിയുടെ വരവോടെ എല്ലാ മണ്ഡലങ്ങളിലും വിഘടിച്ചു നിന്ന കോൺഗ്രസുകാർ ഒരുമിക്കുകയും ശക്തമായ പ്രചാരണം ആരംഭിക്കുകയും ചെയ്തതോടെ ഉറച്ച വോട്ടുകൾ ചോരാതെ സംരക്ഷണ കവചമൊരുക്കാൻ ഇടതുമുന്നണി തന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്നത്. വയനാട്ടിൽ പ്രചാരണത്തിന്റെ കടിഞ്ഞാൻ CPIMനാണ്. ഉറച്ച വോട്ടുകളുടെ ആദ്യ പട്ടിക ഏപ്രിൽ ആദ്യം സമർപ്പിക്കാനാണ് ബൂത്ത് കമ്മിറ്റികളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. എതിരാളികളുടെ വലിപ്പം പരിഗണിക്കാതെ ശക്തമായ മത്സരം കാഴ്ചവെക്കാനാണ് ഇടതുമുന്നണി പാർലമെന്റ് കമ്മിറ്റി തീരുമാനം. ന്യൂസ് ഡെസ്ക് വയനാട് വിഷൻ. പത്രികാ സമർപ്പണം നാളെ 3 മണി വരെ. വയനാട്ടിൽ ഇതുവരെ PP സുനീറും തുഷാർ വെള്ളാപ്പള്ളിയും അടക്കം 8 പേർ പത്രിക നൽകി. സൂക്ഷ്മ പരിശോധന വെള്ളിയാഴ്ച. മലപ്പുറം വണ്ടൂർ നീലാമ്പ്ര വീട്ടിൽ അബ്ദുൽ ജലീൽ, സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ, CPIML റെഡ് ഫ്ളാഗ് എന്നിവർ ഇന്നലെ പത്രിക സമർപ്പിച്ചു. BJP സംസ്ഥാന അധ്യക്ഷൻ PS ശ്രീധരൻപിള്ളയോടൊപ്പമെത്തി ഇന്ന് രാവിലെ 11:30 തുഷാർ വെള്ളാപ്പള്ളി പത്രിക സമർപ്പിച്ചു. നാളെ കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയും പത്രിക നൽകുന്നതോടെ വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ പത്രികകളുടെ എണ്ണം 9 ആകും. പത്രിക പിൻവലിക്കാൻ തിങ്കളാഴ്ച വരെ സമയമുണ്ട്. 23-ന് വോട്ടെടുപ്പിനും മെയ് 23-ന് വോട്ടെണ്ണലിനും ശേഷം കേരളത്തിൽ തിരഞ്ഞെടുപ്പ് നടപടികൾ മെയ് 27-ന് അവസാനിക്കും. ന്യൂസ് ഡെസ്ക് വയനാട് വിഷൻ. മറ്റു വാർത്തകളിലേക്ക്. സുൽത്താൻ ബത്തേരി നഗരസഭാ ചെയർമാൻ പദവി രാജിവെക്കണമെന്ന കേരള കോൺഗ്രസ് പാർട്ടി തീരുമാനം അംഗീകരിക്കാത്ത TL സാബുവിനെതിരെ നടപടിയെടുക്കാൻ തീരുമാനിച്ചു. ഈ തീരുമാനം UDF നേതൃയോഗത്തിൽ പാർട്ടി ഉന്നതാധികാര സമിതി അംഗം അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ, ജില്ലാ പ്രസിഡന്റ് KJ ദേവസ്യ എന്നിവർ അറിയിച്ചു. UDF നേതൃത്വം അടിയന്തര നടപടികൾ സ്വീകരിക്കും. യോഗത്തിൽ DCC പ്രസിഡന്റ് IC ബാലകൃഷ്ണൻ MLA, UDF ജില്ലാ ചെയർമാൻ PPA കരീം, കൺവീനർ ND അപ്പച്ചൻ, KPCC സെക്രട്ടറി KK അബ്രഹാം, KPCC എക്സിക്യൂട്ടീവ് മെമ്പർ PV ബാലചന്ദ്രൻ, മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി KK അഹമ്മദ് തുടങ്ങിയവർ പങ്കെടുത്തു. കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഈ മാസം 5-ന് പൂതാടി പഞ്ചായത്ത് ഓഫീസിലേക്ക് തൊഴിലുറപ്പ് തൊഴിലാളികളെ സംഘടിപ്പിച്ച് നടത്തുന്ന പട്ടിണി സമരം അപഹാസ്യമാണെന്നും സമരം രാഷ്ട്രീയ പ്രേരിതമാണെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് രുക്മിണി സുബ്രഹ്മണ്യൻ.
തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് മസ്റോൾ നൽകുന്നത് ബ്ലോക്ക് പഞ്ചായത്തും പണിയെടുത്തു കഴിഞ്ഞാൽ കൂലി നൽകുന്നത് കേന്ദ്ര ഗവൺമെന്റുമാണ്. തുക തൊഴിലാളികളുടെ അക്കൗണ്ടിലേക്ക് നേരിട്ടാണ് എത്തുന്നത്. കേരളത്തിലെ മുഴുവൻ പഞ്ചായത്തുകൾക്കും കൂലി കുടിശ്ശിക കേന്ദ്രം നൽകാനുണ്ട്. ഇത് പഞ്ചായത്തിന്റെ അനാസ്ഥ കൊണ്ടല്ല എന്നിരിക്കെ പൂതാടി പഞ്ചായത്തിലേക്ക് കോൺഗ്രസ് നടത്തുന്ന സമരം അപഹാസ്യമാണെന്ന് രുക്മിണി പറഞ്ഞു. പഞ്ചായത്തിൽ നാളെ 5-ാം തീയതി കോൺഗ്രസ് ഒരു സമരം, പട്ടിണി സമരം പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സമരം പ്രഖ്യാപിച്ചതെന്ന് ജനങ്ങൾക്കും അറിയില്ല, ഞങ്ങൾക്കും അറിയില്ല, അവർക്കും അറിയില്ല. പക്ഷേ ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഭാഗമായി തൊഴിലുറപ്പ് പദ്ധതിയിൽ തൊഴിലാളികൾക്ക് കൂലി കിട്ടിയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് പട്ടിണി സമരം എന്ന് പറഞ്ഞുകൊണ്ട് പഞ്ചായത്തിൻ്റെ മുന്നിലേക്കൊരു അവകാശ നാടകം കൊണ്ടുവരുന്നത്. സാധാരണ കേന്ദ്ര ഗവൺമെൻറ്റാണ് തൊഴിലാളികളുടെ അക്കൗണ്ടിലേക്ക് നേരിട്ട് പണം കൊടുക്കുന്നത്. ബ്ലോക്ക് പഞ്ചായത്താണ് തൊഴിലാളികൾക്ക് മസ്റ്റോൾ കൊടുക്കുന്നത്. സാധാരണ കുടിശ്ശിക പഞ്ചായത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം കേന്ദ്ര ഗവൺമെൻറ്റാണ്, BJP ഭരിക്കുന്ന കേന്ദ്ര ഗവൺമെൻറ്റാണ്. ആ കേന്ദ്ര ഗവൺമെൻറ്റിനെതിരെയോ BJPക്കെതിരെയോ പോവാതെ പൂതാടി ഗ്രാമപഞ്ചായത്തിൽ നല്ലവണ്ണം വികസന പ്രവർത്തനം നടത്തുന്ന പഞ്ചായത്തിന് നേരെ ഈ ഒരു രാഷ്ട്രീയ നാടകം വരുന്ന തെരഞ്ഞെടുപ്പിനെ കണ്ടുകൊണ്ടാണ്. കഴിഞ്ഞ ദിവസം പെയ്ത വേനൽ മഴയിൽ നിരാലംബരായ സഹോദരിമാരുടെ കിടപ്പാടം തകർന്നു. ഇനി എവിടെ പോകണമെന്നറിയാതെ നിർധനരായ സഹോദരിമാർ. വർഷങ്ങളായി ഏതു നിമിഷവും നിലംപൊത്താവുന്ന അവസ്ഥയിലുള്ള വീടായിരുന്നു ഇത്. നിരവധി തവണ പഞ്ചായത്തിൽ അറിയിച്ചിട്ടും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല എന്ന് ഈ സഹോദരിമാർ പറയുന്നു. മാതാപിതാക്കൾ മരണപ്പെടുകയും ഭർത്താക്കന്മാർ ഉപേക്ഷിക്കുകയും ചെയ്ത ഈ സാധു സ്ത്രീകൾ വളരെ ബുദ്ധിമുട്ടിയാണ് ജീവിതം തള്ളി നീക്കുന്നത്. പഞ്ചായത്തിൽ 2-3 പ്രാവശ്യം അവർ പോയെങ്കിലും വാർഡ് മെമ്പറോ അല്ല ബാക്കിയുള്ള ഉദ്യോഗസ്ഥന്മാരോ ഇതുവരെ ഇതിനെ പറ്റിയൊരു തീരുമാനം എടുത്തിട്ടില്ല. ഒരു 2-3 പ്രാവശ്യം ഇവരുടെ വാപ്പുള്ളപ്പോൾ തന്നെ ഇവർ പോവുകയും വരികയും ചെയ്തിരുന്നു. ഇപ്പോൾ ഈ വീട് ഈ പൊട്ടി നാശത്തിന് ശേഷം ഞങ്ങളുടെ വീട്ടിലൊക്കെയാണ് ഇവർ താമസം. കംപ്ലീറ്റ് പോയിരുന്നു വീടിൻ്റെ. 2 ദിവസമായിട്ടാണ് മൊത്തത്തിൽ ഇരുന്ന് പോയത് വീട്. മഴ പെയ്യുമ്പോൾ വീട് ചോരുന്ന അവസ്ഥയായതിനാൽ ഇത്തരം സന്ദർഭത്തിൽ സമീപത്തെ കോളനിയിലാണ് ഇവർ അഭയം തേടുന്നത്. ഇന്നലെ വീട് പൂർണ്ണമായും നിലംപൊത്തിയതോടെ ഇനി എന്തു ചെയ്യണമെന്നറിയാതെ വിധിയെ പഴിച്ചു കഴിയുകയാണ് ഇവർ. സമീപത്തെ കോളനിയിലുള്ള ആളുകളാണ് ഇവർക്കായി സഹായത്തിന് ഇന്നലെ ഓടിയെത്തിയത്. അധികൃതർ കനിയുമെന്ന പ്രതീക്ഷയിലാണ് ഇപ്പോഴും ഈ യുവതികൾ. തകർന്നു പോയത് അതുകൊണ്ട് ഞങ്ങൾക്ക് വേറൊരു ആശ്രയമില്ല സാറേ. ഞങ്ങൾ ഇങ്ങനെ കഷ്ടപ്പെട്ടിട്ട് കുറേ കാലമായി നിൽക്കുന്നു. ഒരു ഭാഗം അപ്പാട് പൊളിഞ്ഞ് വീണിട്ടല്ലോ. ഈ ഒരു ഭാഗം ചെരുവിലല്ലാണ്ട് ഞങ്ങൾക്ക് വേറൊരു ആശ്രയം ഞങ്ങൾക്കില്ല താമസിക്കാനൊന്നും. കൈ കെട്ടിയിട്ട് പഞ്ചായത്തിലൊക്കെ ഞങ്ങൾ പോയി കുറേ കരഞ്ഞു പറഞ്ഞതാണ്. ഇതുവരെ ഞങ്ങൾക്ക് അതിനെപ്പറ്റി ഒരു പരിഹാരം കിട്ടിയിട്ടില്ല. വിജിത്, വയനാട് വിഷൻ, വെള്ളമുണ്ട. കുറുവാദ്വീപിൽ ചങ്ങാട സവാരിക്ക് പ്രിയമേറുന്നു. ഇതുവരെ ചങ്ങാട യാത്ര ആസ്വദിച്ചത് 20,000-ഓളം പേർ. 2018 സെപ്റ്റംബറിലാണ് മുള കൊണ്ടുണ്ടാക്കിയ ചങ്ങാട സവാരി ആരംഭിച്ചത്. ഈ സാമ്പത്തിക വർഷം അവസാനിച്ച മാർച്ച് 31 വരെ 20,844 പേർ സവാരി നടത്തി. DTPCക്ക് 28,85,350 രൂപ വരുമാനം ലഭിച്ചു. കഴിഞ്ഞ ക്രിസ്തുമസ് അവധിക്കാലത്താണ് ഏറ്റവും ആളുകൾ സവാരി നടത്തിയത്. 4,895 പേര് ചങ്ങാടയാത്ര നടത്തി. വലുതും ചെറുതുമായ 6 ചങ്ങാടങ്ങളാണ് ഇവിടെയുള്ളത്. 5 പേർക്ക് ഇരിക്കാവുന്ന ചങ്ങാടത്തിൽ 300 രൂപയും 5 പേർക്ക് തുഴ ചങ്ങാടത്തിന് 1000 രൂപയുമാണ് ഈടാക്കുന്നത്. 40 മിനിറ്റോളം നീളുന്ന സവാരിയിൽ വിനോദസഞ്ചാരികൾക്ക് പുഴയിലിറങ്ങി ദ്വീപിന്റെ സൗന്ദര്യം ആവോളം നുകരുന്നതിനും ഫോട്ടോ പകർത്തുന്നതിനും സൗകര്യമൊരുക്കിയിട്ടുണ്ട്. ഹൈക്കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ ദ്വീപിലേക്കുള്ള പ്രവേശനം നിർത്തിവെച്ചതോടെ നിത്യേന എത്തുന്ന സഞ്ചാരികൾക്ക് പുഴയിൽ കുളിക്കുന്നതിനും ഇപ്പോൾ അനുമതി നൽകുന്നുണ്ട്. മധ്യവേനൽ അവധിക്കാലം ആരംഭിച്ചതോടെ സംസ്ഥാനത്തിനകത്തുനിന്നും അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും പ്രതിദിനം 100 കണക്കിന് സഞ്ചാരികളാണ് എത്തുന്നത്. വയനാട് വിഷൻ, മാനന്തവാടി. പദ്ധതി വിഹിത വിനിയോഗത്തിൽ മാനന്തവാടി ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലയിൽ 1-ാം സ്ഥാനത്ത്. പദ്ധതി വിഹിതത്തിൽ 93% വിനിയോഗിച്ചത്. കൽപ്പറ്റ ബ്ലോക്ക് പഞ്ചായത്ത് 92.84% വിനിയോഗിച്ച 2-ാം സ്ഥാനവും, സുൽത്താൻ ബത്തേരി ബ്ലോക്ക് പഞ്ചായത്ത് 77.84% വിനിയോഗിച്ച് 3-ാം സ്ഥാനവും, പനമരം ബ്ലോക്ക് പഞ്ചായത്ത് 72.6% വിനിയോഗിച്ച് 4-ാം സ്ഥാനവും നേടി. ഭരണസമിതിയുടെയും ഉദ്യോഗസ്ഥ കൂട്ടായ്മയുടെയും ഒത്തൊരുമിച്ചുള്ള പ്രവർത്തനമാണ് പദ്ധതി വിഹിത വിനിയോഗത്തിൽ മാനന്തവാടി ബ്ലോക്ക് പഞ്ചായത്ത് 1-ാം സ്ഥാനത്തെത്താൻ കാരണമായതെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ ബാബുവും വൈസ് പ്രസിഡന്റ് KJ പൈലിയും പറഞ്ഞു. മാനന്തവാടി കിഡ്നാപ്പിംഗ്, തട്ടിക്കൊണ്ടുപോയ യുവാവിനെ വിട്ടയച്ചു. സംഭവത്തിന് പിന്നിൽ സ്വർണ്ണക്കടത്ത് സംഘം. മാനന്തവാടിയിൽ നിന്നും നാടകീയമായി തട്ടിക്കൊണ്ടുപോയ യുവാവിനെ സംഘം വിട്ടയച്ചു. കൂത്തുപറമ്പ് ഓലായിക്കര ബദരിയ മൻസിൽ അമീറിനെയാണ് വിട്ടയച്ചത്.
പോലീസ് പ്രതികളെ ഏതു നിമിഷവും വലയിലാക്കുമെന്ന സൂചന ലഭിച്ചതോടെയാണ് സംഘം യുവാവിനെ വിട്ടയച്ചത് എന്നാണ് സൂചന. തുടർന്ന് മാനന്തവാടി സ്റ്റേഷനിലെത്തിയ യുവാവിനെ കോടതിയിൽ ഹാജരാക്കി. ഗൾഫിലായിരുന്ന അമീറും കോഴിക്കോട് അതിർത്തി ഗ്രാമങ്ങളിലെ സ്വർണ്ണക്കടത്തുകാരും തമ്മിൽ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് നടന്ന പ്രശ്നങ്ങളുടെ തുടർച്ചയായാണ് തട്ടിക്കൊണ്ടുപോകൽ സംഭവം നടന്നത് എന്നറിയുന്നു. സംഭവം നടന്ന തിങ്കളാഴ്ച രാത്രി മുതൽ അന്വേഷണം ഊർജിതമാക്കിയ പോലീസ് വൈകാതെ തന്നെ പ്രതികളുടെ വിവരം മനസ്സിലാക്കിയിരുന്നു. തുടർന്ന് വീടുകളിലും തെരച്ചിൽ നടത്തിയിരുന്നു. ഏതു നിമിഷവും തങ്ങൾ വലയിലാകുമെന്ന സൂചന ലഭിച്ചതോടെയാണ് യുവാവിനെ വിട്ടയച്ചതെന്നാണ് വിവരം. നെൽകർഷകർക്കായി 4 കോടി രൂപ ചെലവഴിച്ച് വാങ്ങിയ കൊയ്ത്ത് മെതിയന്ത്രം തുരുമ്പെടുത്ത് നശിക്കുന്നു. നൂൽപ്പുഴ പഞ്ചായത്തിലെ മാതമംഗലം പാടശേഖരത്താണ് യന്ത്രം വെയിലും മഴയുമേറ്റ് നശിക്കുന്നത്. യന്ത്രം സംരക്ഷിക്കുന്നതിൽ അധികൃതർക്ക് അനാസ്ഥയുണ്ടെന്നും ആക്ഷേപം. 2012-13 വർഷത്തിലാണ് പഞ്ചായത്ത് 25 ലക്ഷം രൂപ ചിലവഴിച്ച് കൊയ്ത്ത് മെതിയന്ത്രം വാങ്ങിയത്. വാങ്ങിയ സമയത്ത് യന്ത്രം ഉപകാരപ്പെടുത്തിയെങ്കിലും പിന്നീട് അവഗണിക്കുകയായിരുന്നു. കഴിഞ്ഞ 3 വർഷമായി ഈ യന്ത്രം പാടശേഖരത്തോട് ചേർന്ന് പാതയോരത്ത് വെയിലും മഴയുമേറ്റ് കിടക്കുകയാണ്. യന്ത്രം യഥാസമയത്ത് അറ്റകുറ്റപ്പണികൾ ചെയ്ത് സംരക്ഷിക്കാൻ ബന്ധപ്പെട്ട വകുപ്പ് തയ്യാറാക്കാത്തതാണ് യന്ത്രം നശിക്കാൻ കാരണമെന്ന് ആരോപണം. ലക്ഷങ്ങൾ മുടക്കിയ കൊയ്ത്തുമെതി യന്ത്രം തുരുമ്പെടുത്ത് നശിക്കുമ്പോഴാണ് പഞ്ചായത്തിലെ കർഷകർക്ക് കൊയ്ത്തുമെതി യന്ത്രം ദൂരസ്ഥലങ്ങളിൽ നിന്നും വൻതുക വാടക നൽകി എത്തിക്കേണ്ടി വരുന്നത്. ഈ സാഹചര്യത്തിൽ യന്ത്രം സംരക്ഷിച്ച് കർഷകർക്ക് ഉപകാരപ്രദമാക്കണമെന്നാണ് ആവശ്യം. ഇത് നൂൽപ്പുഴ പഞ്ചായത്തിന് വേണ്ടി 2014-15 വർഷമായിരിക്കും നമ്മളൊരു അറിവ് ശരിയാണെച്ചെങ്കിൽ കിട്ടിയിരിക്കും. 25 ലക്ഷം രൂപ മുടക്കിയിട്ട് പഞ്ചായത്ത് കൊണ്ടുവന്നതാണ്. പക്ഷേ നമ്മുടെ മാതമംഗലം പാടശേഖരത്ത് ഇതൊരു 10 മണിക്കൂർ പോലും പണിതിട്ടില്ല. വേറെ എവിടെയോ പണിത് കഴിഞ്ഞിട്ട് ഇവിടെ കൊണ്ടുവച്ചിട്ട് ഇതിപ്പോൾ 3 വർഷം ഇതേ നിൽപ്പാണ് നിൽക്കുന്നത്. ഒരു വസ്തുവിനും കൊള്ളാണ്ട്. ഇപ്പോൾ ശരിക്കും പറയാൻ വെച്ചാൽ നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു പദ്ധതി കൊണ്ടുവരാനോ എന്തിനോ ഒന്നും ഈ ഒരു ഇതിപ്പോൾ എന്താ പറയുക, ഇപ്പോൾ വെറുതെ ഒരു അനാഥപ്രേതം പോലെ ഇട്ട് ഇത് പഞ്ചായത്തിൻ്റെയും അല്ലെങ്കിൽ ഇവിടുത്തെ കൃഷിയോ വകുപ്പിൻ്റെയും ഒക്കെ അനാസ്ഥയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. വയനാട് വിഷൻ ബത്തേരി. സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ വയർ എരിയുന്നവരുടെ മിഴി നനയാതിരിക്കാൻ എന്ന സന്ദേശമുയർത്തി ഡിവൈഎഫ്ഐ. പുൽപ്പള്ളി ബ്ലോക്ക് കമ്മിറ്റി പുൽപ്പള്ളി സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും നൽകി വന്നിരുന്ന പൊതിച്ചോർ വിതരണത്തിന്റെ 1ാം വാർഷികം ആഘോഷിച്ചു. ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി കെ റഫീഖ് ഉദ്ഘാടനം ചെയ്തു. അജിത് കെ ഗോപാലൻ അധ്യക്ഷനായിരുന്നു. ബൈജു നമ്പിക്കൊല്ലി, PS ജനാർദ്ദനൻ, ഡോക്ടർ ലത എന്നിവർ സംസാരിച്ചു. വളരെ സംതൃപ്തി കിട്ടുന്ന ഒരു പ്രവർത്തനമായിട്ടാണ് ഡിവൈഎഫ്ഐ ഇതിനെ കാണുന്നത്. വീടുകളിൽ കയറി ഞങ്ങൾ പൊതിച്ചോറ് ആവശ്യപ്പെടുമ്പോൾ എല്ലാവരും ഞങ്ങളോട് സഹകരിക്കുന്നു. വീട്ടമ്മമാർ അവർക്ക് വീട്ടിലുണ്ടാകുന്ന ചോറിനോടൊപ്പം തന്നെ ആശുപത്രി രോഗികൾക്ക് കൊടുക്കാൻ വേണ്ടിയുള്ള കൂട്ടിരിപ്പുകാർക്ക് കൊടുക്കാൻ വേണ്ടിയുള്ള പൊതിച്ചോറുകൾ കൂടെ തയ്യാറാക്കി തരികയും ഞങ്ങളോട് നിറഞ്ഞ സ്നേഹത്തോടു കൂടിയാണ് ഇതുവരെ ജില്ലയിലാകെ സഹകരിച്ചിട്ടുള്ളത്. വയനാട് ജില്ലാ ആശുപത്രി, അതുപോലെ ബത്തേരി താലൂക്ക് ആശുപത്രി, കൽപ്പറ്റ ജനറൽ ആശുപത്രി, വൈത്തിരി താലൂക്ക് ആശുപത്രി, പുൽപ്പള്ളി CHC, നൂൽപ്പുഴ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം ഉൾപ്പെടെയുള്ള ആശുപത്രികളിലാണ് ജില്ലയിൽ ഇത്തരത്തിലുള്ള പൊതിച്ചോറ് വിതരണം ഡിവൈഎഫ്ഐ നടത്തുന്നത്. കേരള സ്റ്റേറ്റ് കുക്കിംഗ് വർക്കേഴ്സ് ഫെഡറേഷൻ വയനാട് ജില്ലാ കൺവെൻഷൻ മാനന്തവാടി ക്ഷീരസംഘം ഹാളിൽ സംസ്ഥാന പ്രസിഡന്റ് MM.K. സിദ്ദീഖ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് കുഞ്ഞബ്ദുള്ള ചറ്റപ്പാലം അധ്യക്ഷനായിരുന്നു. സംസ്ഥാന ജനറൽ സെക്രട്ടറി VC അബ്ദുറഹ്മാൻ മുഖ്യപ്രഭാഷണം നടത്തി. സലീം P. പുല്ലാമ്പാടം, PK ഷംനാദ് എന്നിവർ സംസാരിച്ചു. ജില്ലാ ഫുഡ് സേഫ്റ്റി അസിസ്റ്റന്റ് കമ്മീഷണർ PJ വർഗീസ്, ഹെൽത്ത് ഇൻസ്പെക്ടർ CA വിൻസെന്റ് എന്നിവർ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി. പാചകത്തൊഴിലാളികളെ ആദരിക്കൽ, മെഡിക്കൽ ക്യാമ്പ് എന്നിവയും ഉണ്ടായിരുന്നു. ഒരു വോയിസ് ക്ലിപ്പിൽ പറയുന്നു, 1.5 കിൻഡലോളം ചോറ് വെച്ചിട്ടുള്ള ഒരു പാചകക്കാരൻ 2 കിൻഡൽ ബില്ല് കൊടുക്കുവാൻ വേണ്ടി 50 കിലോയുടെ 2 ചാക്കരി തൊട്ടടുത്തുള്ള കിണറ്റിലേക്ക് തള്ളി. അത് ആ ഭിത്തിക്കാർ കണ്ടെത്തുകയും അതിൽ പ്രശ്നമുണ്ടാക്കുന്നതിലേക്ക് മസാലയൊക്കെ ചേർത്ത് ഉപ്പുപൊടിയൊക്കെ ചേർത്തുകൊണ്ട് അതിനെ വർണ്ണിച്ചുകൊണ്ട് വോയിസ് ക്ലിപ്പുകളാക്കി അത് പ്രചരിപ്പിക്കുകയാണ്. സ്പോർട്സ്. കമ്പളക്കാട്ടെയും പരിസര പ്രദേശങ്ങളിലെയും ഫുട്ബോൾ ക്ലബ്ബുകളെ പങ്കെടുപ്പിച്ചു നടത്തുന്ന കമ്പളക്കാട് ഫുട്ബോൾ ലീഗിന്റെ 3ാം എഡിഷന് ഒരുക്കങ്ങൾ പൂർത്തിയായി. കമ്പളക്കാട് പഞ്ചായത്ത് സ്റ്റേഡിയത്തിലാണ് മത്സരങ്ങൾ നടക്കുക.
ഇത്തവണ 12 ടീമുകളാണ് ടൂർണമെന്റിൽ മാറ്റുരയ്ക്കുന്നത്. കണിയാമ്പറ്റ പഞ്ചായത്തിന് പുറമെ അയൽ പഞ്ചായത്തുകളായ പനമരം, മുട്ടിൽ, കോട്ടത്തറ എന്നിവിടങ്ങളിൽ നിന്നുമുള്ള താരങ്ങളെ കൂടി പങ്കെടുപ്പിച്ചാണ് ടൂർണമെന്റ് നടത്തുന്നത്. ലഹരിമുക്ത കമ്പളക്കാട് എന്നതാണ് ടൂർണമെന്റിന്റെ ലക്ഷ്യം. ഒപ്പം പ്രദേശത്തെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഒരു കുടുംബത്തിന് വീട് നിർമ്മിക്കാനാവശ്യമായ സ്ഥലം വാങ്ങി നൽകാനുള്ള പദ്ധതിയും ടൂർണമെന്റിനുണ്ട്. പരിസര പ്രദേശങ്ങളിലെ കിടപ്പ് രോഗികളെ സാമ്പത്തികമായി സഹായിക്കുക, സമൂഹത്തിലെ ചെറുപ്പക്കാരായ യുവാക്കളെ ലഹരിയിൽ നിന്നും സോഷ്യൽ മീഡിയയിലെ അപകടങ്ങളിൽ നിന്നും അകറ്റുക, അവരെ കായികമായും സാമൂഹികമായും മുന്നോട്ട് നയിക്കുക, കുരുന്നുപ്രായത്തിൽ തന്നെ കായികമായ കഴിവ് കണ്ടെത്തി ക്യാമ്പ് നടത്തി അവർക്ക് വേണ്ടി ഒരു അക്കാദമി ആരംഭിക്കുക എന്നീ ലക്ഷ്യങ്ങളും ടൂർണമെന്റിനുണ്ട്. വോയിസ് ഓഫ് യൂത്ത് കമ്പളക്കാടിന്റെ നേതൃത്വത്തിലാണ് ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നത്. ഇതിനായി 21-അംഗ സംഘാടക സമിതി രൂപീകരിച്ച് പ്രവർത്തനം നടക്കുകയാണ്. കമ്പളക്കാട് ഫുട്ബോൾ ലീഗിന്റെ സീസൺ 3 ഇന്ന് ആരംഭിക്കുകയാണ്. 2017 തുടങ്ങിയ കമ്പളക്കാട് ഫുട്ബോൾ ലീഗിൻ്റെ മൂന്നാമത്തെ വർഷത്തെ ടൂർണമെൻറ്റാണ് ഇന്നിവിടെ ആരംഭിക്കാൻ പോകുന്നത്. ഈ ടൂർണമെൻറ്റിൽ നമ്മുടെ വിവിധ കമ്പളക്കാട് പരിസരത്തും അതുപോലെ തന്നെ തൊട്ടടുത്ത അയൽ പഞ്ചായത്തുകളായ പനമരം പഞ്ചായത്ത്, അതുപോലെ തന്നെ കോട്ടത്തറ പഞ്ചായത്ത്, അതുപോലെ മുട്ടിൽ പഞ്ചായത്ത് എന്നിങ്ങനെയുള്ള പഞ്ചായത്തുകളിൽപ്പെട്ട ഏറ്റവും മികച്ച കളിക്കാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഉള്ള 12 ക്ലബ്ബുകൾ മാറ്റിവെക്കുന്ന ടൂർണമെൻറ്റാണ് ഇവിടെ ആരംഭിക്കുന്നത്. പ്രദീപ് പ്രയാഗ്, വയനാട് വിഷൻ, കമ്പളക്കാട്. മൂലങ്കാവ് നാഷണൽ ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ തയ്യിൽ ജോർജ് മെമ്മോറിയൽ എവറോളിംഗ് ട്രോഫിക്കും വട്ടക്കാവുങ്കൽ ജാനകി മെമ്മോറിയൽ എവറോളിംഗ് ട്രോഫിക്കുമുള്ള 3ാമത് അഖില വയനാട് സീനിയർ വോളിബോൾ ടൂർണമെന്റ് ഏപ്രിൽ 6-7 ദിവസങ്ങളിൽ മൂലങ്കാവ് ഫ്ലഡ്ലൈറ്റ് സ്റ്റേഡിയത്തിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സംസ്ഥാന താരങ്ങൾ അണിനിരക്കുന്ന ജില്ലയിലെ 6 ടീമുകൾ ടൂർണമെന്റിൽ മാറ്റുരയ്ക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. ഈ വരുന്ന 6 തീയതികളിലായിട്ട് മൂലങ്കാവിൽ പ്രത്യേകം സജ്ജമാക്കിയ തയ്യിൽ ജോർജ് മെമ്മോറിയൽ ഫ്ലഡ്ലൈറ്റ് സ്റ്റേഡിയത്തിൽ വെച്ച് വയനാട്ടിലെ ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന വോളിബോൾ ടൂർണമെൻറ്റ് സാധാരണ നടക്കാറുള്ളതാണ്. അതിന് വട്ടക്കാവുങ്കൽ ജാനകി മെമ്മോറിയൽ തയ്യിൽ ജോർജ് മെമ്മോറിയൽ ട്രോഫികൾ പോലെയുള്ള അഖില വയനാട് വോളിബോൾ ടൂർണമെൻറ്റ് നടക്കുക. കേരളത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന താരനിര തന്നെ അണിനിരക്കുന്ന വയനാട്ടിലെ ഏറ്റവും പ്രമുഖമായ 6 ടീമുകളാണ് 2 ദിവസങ്ങളിലായി നടക്കുന്ന ഈ ടൂർണമെന്റിൽ പങ്കെടുക്കുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രളയം മനുഷ്യനിർമ്മിതമാണെന്ന അമിക്കസ് ക്യൂറിയുടെ വെളിപ്പെടുത്തൽ. മുഖ്യമന്ത്രി മറുപടി പറയണമെന്ന് രമേശ് ചെന്നിത്തല. പ്രളയത്തിന്റെ ഉത്തരവാദി സംസ്ഥാന സർക്കാരെന്ന് വ്യക്തമായതായി രമേശ്. രാഹുൽ ഗാന്ധി നാളെ വയനാട്ടിൽ പത്രിക സമർപ്പിക്കും. കൽപ്പറ്റ നഗരം SPG നിയന്ത്രണത്തിൽ. രാത്രി മുതൽ നഗരത്തിൽ ഗതാഗത നിയന്ത്രണം. രാഹുൽ വയനാട്ടിൽ മത്സരിക്കുന്നത് കോൺഗ്രസിന്റെ അപജയമെന്ന് PS ശ്രീധരൻപിള്ള. തുഷാർ വെള്ളാപ്പള്ളി പത്രിക സമർപ്പിച്ചു. BJPയെ തോൽപ്പിക്കൽ പ്രധാന അജണ്ടയെന്ന് സീതാറാം യെച്ചൂരി. മതേതര ബദൽ കെട്ടിപ്പടുക്കലും ലക്ഷ്യം. രാഹുൽ വയനാട്ടിൽ മത്സരിക്കുന്നത് ദീർഘവീക്ഷണം ഇല്ലായ്മയെന്ന് D രാജ. പത്രികാ സമർപ്പണം നാളെ അവസാനിക്കും. സൂക്ഷ്മ പരിശോധന വെള്ളിയാഴ്ച. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.